ഹലോ, വെൽക്കം. നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് എക്സാംസിൻ്റെ കുറച്ച് എങ്ങനെയാണ് റീസണിങ്, എങ്ങനെയാണ് ബാങ്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇത്ര നാൾ നമ്മൾ കണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വന്ന ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പോലത്തെ ഒരു എക്സാം അല്ല, കോമ്പറ്റേറ്റീവ് എക്സാം. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കോമ്പീറ്റ് ചെയ്ത് ജയിക്കുക. നമുക്ക് നല്ലൊരു മാർക്കുണ്ട്, ഒരു 50-ൽ എനിക്ക് 40 മാർക്കുണ്ട് സാറേ, നല്ലൊരു മാർക്കല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ജോലി കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവരിൽ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പും കൂടുതൽ ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ വഴികളുണ്ട്, കുറച്ച് വഴികളിൽ കൂടെ കറക്റ്റായിട്ട് വഴികൾ ആ പാതയിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ബാങ്ക് എക്സാം, എന്തൊക്കെയാണ് എക്സാമിൻ്റെ ടൈപ്പ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇതെല്ലാം പഴയ വീഡിയോസ് കിടപ്പുണ്ട്. ഈ ചാനലിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ബാങ്ക് എക്സാംസ് ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനത്തെയൊക്കെയാണ് ബാങ്ക് എക്സാംസ്, എങ്ങനെയാണ് ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാലോ, ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. ഇനി വരുന്ന ഒരു ടൈറ്റ് ഷെഡ്യൂളാണ് ബാങ്ക് എക്സാംസിൻ്റെ. ഇപ്പോൾ നമ്മുടെ SBI PO കഴിഞ്ഞു, അടുത്ത IBPS PO ഉണ്ടാവും. IBPS ക്ലർക്കും SBI ക്ലർക്കും വിളിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അടുത്ത RRB വിളിക്കും. അത് കഴിയുമ്പോൾ RBI അസിസ്റ്റൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രൈവറ്റ് ബാങ്കുകൾ എക്സാംസ് നടത്തുന്നുണ്ട്. പിന്നെ കുറച്ച് ഇൻഷുറൻസിൻ്റെ എക്സാംസ് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിതിനെല്ലാം ഏകദേശം ഒരേ പാറ്റേൺ ആണ് വരുന്നതെന്ന് അറിയാലോ. എല്ലാത്തിനും ഏകദേശം ഒരേ പാറ്റേൺ ആണ് വരുന്നത്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. നമുക്കത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എന്തൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലി കിട്ടും, എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, നമുക്ക് SSC അല്ലെങ്കിൽ റെയിൽവേ തമ്മിൽ ഒരു മാറ്റമുണ്ട് ബാങ്ക് എക്സാം പാറ്റേൺ. അതെന്താണ്? SSC റെയിൽവേയിൽ ഒന്നാമത് GK ഉണ്ട്, നമുക്ക് GK ഇല്ല. ഫസ്റ്റ് ഫേസിൽ നമുക്ക് പ്രിലിംസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. മറ്റേതിൻ്റെ GK ഉണ്ട്, നമുക്ക് GK ഇല്ല. അതൊരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. ടൈമിനോ അല്ലെങ്കിൽ മാർക്കിനോ ഒരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. നമുക്ക് പക്ഷേ ഒരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന അവരുടെ ഒരു രീതി, അല്ല അവരെ നോക്കുന്നത് എന്താണ്, അവർക്ക് എന്തൊക്കെ അറിയാം, എങ്ങനെ ചെയ്യണം, എല്ലാത്തിനെയും കുറിച്ച് കുറച്ച് ബോധമുണ്ടോ, അതാണ്. പക്ഷെ ബാങ്കിങ് അതല്ല വേണ്ട. ബാങ്കിങ് എന്താണ് ശരിക്കും ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു സർവീസാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ബാങ്കിങ് മെയിനായിട്ട് വരുന്നത് 3 തരത്തിലാണ് പ്രിലിംസ് വരുന്നത്. 3 ഫേസ് ആണ് പ്രിലിംസിനുണ്ട്. 3 സെക്ഷൻ പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റീസണിങ് ഉണ്ട്, തേർഡ് ഫേസ് ക്വാണ്ട് ഉണ്ട്. ഈ 3 സെക്ഷൻസ് ആണ് ഒരു എക്സാമിന് വരുന്നത്. മറ്റേത് ടോട്ടൽ 1 അവർ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള സമയം ഏത് എക്സാം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് എക്സാം വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ് മൊത്തത്തിലുള്ള 1 മണിക്കൂറാണ്. ആ SSCക്ക് നോക്കിയാൽ അത് തന്നെയാണല്ലേ, 1 മണിക്കൂറാണ് മിക്ക എക്സാംസിനും. അല്ലെ NTPCക്ക് നോക്കിയാൽ ഒരു 1 അവർ കിട്ടും, അല്ലെ 90 മിനിറ്റ്സ്, അങ്ങനെയാണ് എക്സാംസിന് കിട്ടുന്നത്. 1 അവർ 30 മിനിറ്റ്സ് അങ്ങനെയൊക്കെയാണ്. പല എക്സാംസിനും പല ടൈമിങ്ങാണ്. അവർക്കത് ടോട്ടൽ ടൈമാണ്. ആ തന്നേക്കുന്ന 100 ചോദ്യം ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ 90 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ്. ആ 100 ചോദ്യം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. 60 മിനിറ്റ്, 1 മണിക്കൂർ നമുക്ക് തന്നാൽ 20 മിനിറ്റ്സ് 3 ഫേസ് ആയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യും. കറക്റ്റ് 20 മിനിറ്റ്. ഇംഗ്ലീഷിന് 20 മിനിറ്റ്, ക്വാണ്ടിന് 20 മിനിറ്റ്, റീസണിങ്ങിന് 20 മിനിറ്റ്. എല്ലാത്തിനും കറക്റ്റ് ടൈമാണ്. അപ്പം നമ്മളെന്താണ് നോക്കുന്നത്? നമ്മളെ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ എക്സാംസ് കൊണ്ട് പ്രിലിംസിൽ നമ്മളെ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത്, നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് സ്പീഡ് വേണം നമുക്ക് എക്സാംസിന്, അല്ലേ? സ്പീഡ് വേണം, ആക്യുറസി വേണം, പിന്നെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് മേക്കിങ്ങും ഈ എക്സാം പ്രിലിംസിൻ്റെ കേസിൽ ഭയങ്കര ഒരു ഫാക്ടറാണ് ചോയ്സ് മേക്കിങ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഈ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാങ്കിങ് അക്കാദമി ചാനലിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, മെയിൻസിന് വേണ്ടി എന്തൊക്കെ നോക്കണം ഇന്ന് സാറ് വീഡിയോ വിശദമായിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അതുപോലെ ക്വാണ്ടിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് റീസണിങ് പ്രിലിംസ് എങ്ങനെ ചെയ്യാം എന്നാണ്. നമുക്ക് നോക്കാം. റീസണിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 12 ടോപ്പിക്കാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. 12 ടോപ്പിക്കേ റീസണിങ് വരുന്നുള്ളൂ. ഓക്കെ, ബാങ്കിൽ 12 ടോപ്പിക്കാണ്. ഈ 12 ടോപ്പിക്കിൽ 35 ചോദ്യമാണ് വരുന്നത്. പൊതുവെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്, ബാങ്കിൻ്റെ റീസണിങ് ഇച്ചിരി പാടാണ്. SSC അതുപോലെ റെയിൽവേ അപേക്ഷിച്ച് ഇച്ചിരി പാടാണ്. CGL കഴിഞ്ഞ് ഇച്ചിരി കട്ടിയാണ് ബാങ്കിൻ്റെ റീസണിങ്. ശരിക്കും അങ്ങനെയാണോ? അത്ര ടൈമില്ല സാറേ ചെയ്യാൻ, അങ്ങനെയാണോ ശരിക്കും കാര്യങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. CGL ഒരു ക്വസ്റ്റ്യൻ റീസണിങ് വന്നാൽ ഒരൊറ്റ മാർക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 3 മാർക്ക് കൂട്ടിക്കും. ഒരു ക്വസ്റ്റ്യൻ റെഡിയായ
ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പസിൽ ചെയ്തു വരുന്ന ഒറ്റ ക്വസ്റ്റ്യനെ അവർ അതിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. ആണല്ലോ, എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ അറിയാം, ഒരു ക്വസ്റ്റ്യൻ വന്ന ആ പസിൽ നമ്മൾ സോൾവ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ റെഡിയാവും, 3 മാർക്ക് കിട്ടും അവർക്ക്. ഓക്കെ, അവർക്ക് 1/3 ആണ് കട്ട് ഓഫ്. നെഗറ്റീവ് വരുന്നത് 1 ആണ്, പോസിറ്റീവ് വരുന്നതിന് 3 മാർക്കാണ്. നമുക്ക് നേരെ അങ്ങനെയല്ല, 1 മാർക്കും 0.25 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താണ് വരുന്നത്? നമ്മുടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരെണ്ണം റെഡിയായാൽ എളുപ്പമാണ്, ഒരെണ്ണം റെഡിയാവും ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് കിട്ടുന്ന ഒരു പസിൽ സോൾവ് ചെയ്ത മിനിമം 3 ക്വസ്റ്റ്യൻ, ഒരു പസിൽ നമ്മൾ സോൾവ് ചെയ്താൽ മിനിമം നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടും. ഒരു പസിലോ ആൽഫ ന്യൂമറിക്കോ എന്താണെങ്കിലും എടുത്തോട്ടെ, നമുക്കൊരു സെക്ഷൻ പോലെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണം വന്നു, ഒരു പസിൽ വന്നു, നമുക്കൊരു 3 to മാക്സിമം 5 ചോദ്യം 6 ചോദ്യം വരെ, നല്ല ഇച്ചിരി കട്ടിയുള്ളൊരു പസിലാണ് നിങ്ങൾ സോൾവ് ചെയ്തെടുത്ത് 6 ചോദ്യം വരെ വളരെ പെട്ടെന്ന് അധികം ചെയ്യാൻ പറ്റും. ആ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പസിൽ സോൾവ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കുക, ഉത്തരം കുത്തുക. നമുക്ക് 6 മാർക്ക് ഒരു പസിൽ സോൾവ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായി? 6 അല്ലെങ്കിൽ 5. ഒരു ഈസി പസിലാണെങ്കിൽ നമുക്കൊരു 3 ചോദ്യമൊക്കെ വരത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സമയം മതി നമുക്കത് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം ഈ 12 ടോപ്പിക്കിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ 12 ടോപ്പിക്കിനെ എൻ്റെ രീതി ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, 35 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് സാറേ 100 ചോദ്യമാണ്, എനിക്ക് 100 ചോദ്യം അറ്റൻഡ് ചെയ്യണം, 100 ചോദ്യം അറ്റൻഡ് ചെയ്ത് എനിക്ക് 100 മാർക്ക് മേടിച്ചു. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അല്ലെങ്കിൽ ഒരു 100-ൽ 60 ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് എല്ലാവരും ചെയ്യുന്നതിന് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്ത് നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ 100-ൽ 100 മേടിക്കണം എന്നൊന്നും ഒരു വാശിയില്ല. നമ്മൾ കുറച്ച് നന്നായി ചെയ്യുക, എല്ലാവരിലും നന്നായി ചെയ്യുക. നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം, ജോലി കിട്ടണം. അല്ലാതെ ഈ മാർക്ക് കൊണ്ട് ഒരു കാര്യമില്ല. ആ ജോലിക്ക് കയറുമ്പോൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ആരും ചോദിക്കില്ല. എക്സാം ക്രാക്ക് ചെയ്യണം, നമുക്ക് ജോലി കിട്ടണം. അതിന് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ട കുറച്ച് രീതിയുണ്ട്. അത് ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണ് രീതി, നിങ്ങൾക്ക് അത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 12 സെക്ഷനെ കുറച്ച് സെക്ഷനായിട്ട് തിരിച്ച് ആൽഫ ന്യൂമറിക്ക്, കോഡിംഗ്, ഡീകോഡിംഗ്, ഇനീക്വാലിറ്റീസിനെ 3നും ഞാൻ ഒരേ സെക്ഷനാക്കി എടുത്തു. ഞാൻ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം ഒന്ന് നോക്കും. ക്വസ്റ്റ്യൻസ് ഏകദേശം ആദ്യത്തെ ടൈമിൽ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് നോക്കും. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് സിലോബസ്, എവിടൊക്കെയാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ സൈഡുകളിലെല്ലാം പോയി ഒന്ന് നോക്കും. ഓക്കെ, നിങ്ങൾക്കറിയാലോ ക്വസ്റ്റ്യൻ കിടക്കുന്നത് 1 to 5, 6 to 10 അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആദ്യമേ ഞാൻ നോക്കുന്നത് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. എന്തൊക്കെ തരം ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാലേ പിന്നെ നമുക്കത് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കി വർക്ക് ചെയ്ത് ഏതൊക്കെ അറ്റൻഡ് ചെയ്യണം നമുക്കൊരു ബോധം വേണമെങ്കിൽ എന്തൊക്കെ സൈസ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ആൽഫ ന്യൂമറിക്ക്, കോഡിംഗ്, ഡീകോഡിംഗ്, ഇനീക്വാലിറ്റീസ്. ഇങ്ങനെ കുറച്ച് ബേസിക് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ആദ്യമേ അങ്ങ് ചെയ്യും. എന്ത് ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യമേ അങ്ങ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്താണ് ഈ കൗണ്ട് കൂടി. ആൽഫ ന്യൂമറിക്ക്, കോഡിംഗ്, ഡീകോഡിംഗ്, ഇനീക്വാലിറ്റീസ് ഇത് ചെയ്യാൻ വേണ്ടി എത്ര നേരം വേണം? ഇതിൻ്റെ അകത്ത് മൊത്തം ഒരു 3 അല്ലെങ്കിൽ ഒരു ആൽഫ ന്യൂമറിക്ക് നിങ്ങൾക്ക് അറിയാലോ ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. കോഡിംഗ്, ഡീകോഡിംഗ് ചോദിച്ചാലും 3 to 5 എന്തായാലും ചോദിക്കും. ഇനീക്വാലിറ്റീസും ഒരു 3 ക്വസ്റ്റ്യൻസ്, മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 2 സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷനെ ചോദിക്കത്തുള്ളൂ. ഇത് 3 ഒരുമിച്ച് കണ്ടിട്ടില്ല. 1-2 സെക്ഷനിൽ ഒരു സെക്ഷൻ ചോദിക്കും. ഇത് ചോദിക്കുവാണെങ്കിൽ മിനിമം ഒരു മൊത്തത്തിൽ നിന്നൂടെ ഈ 3 സെക്ഷനിൽ നിന്ന് നമുക്കൊരു 6 മാർക്ക് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ നിന്നൂടെ ഒരു 6 മാർക്ക് പ്രതീക്ഷിക്കാം. ഈ 6 ക്വസ്റ്റ്യൻ എനിക്ക് 6 അല്ലെങ്കിൽ ഒരു 8 മാർക്ക് വരെ പ്രതീക്ഷിക്കാം മാക്സിമം. ഇത് മൊത്തോടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര മിനിറ്റ് വേണ്ടി വരും? എനിക്ക് ഏകദേശം ഒരു 2.5 to 3 മിനിറ്റിൽ 3 മിനിറ്റ് എനിക്ക് 8 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇത്രയും 3 സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 2.5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാക്സിമത്തിൽ എനിക്ക് 8 ക്വസ്റ്റ്യൻസ് 8 മാർക്ക് കിട്ടും. 8 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് പ്രയോജനമുള്ളത്? മൊത്തം 20 മിനിറ്റ് ആണെങ്കിൽ ഒരു 3 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എത്ര ഉണ്ട്? നമുക്ക് 17 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാനും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാനുള്ള നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. കാരണം എന്താ, 3 മിനിറ്റേ പോയിട്ടുള്ളൂ. 3 മിനിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഏകദേശം 10 ക്വസ്റ്റ്യൻ എടുത്തു. നമ്മളൊരു 8 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് 10 ക്വസ്റ്റ്യൻ എടുത്ത് എത്തി. 3-1 ഞാൻ കഴിഞ്ഞു, പക്ഷേ എൻ്റെ ടൈം 3-1 ആയിട്ടില്ല. ഓക്കെ, ആ ഒരു മനോഭാവം നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അടുത്ത നോക്കുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ ഈ 3 നോക്കി ആൽഫ ന്യൂമറിക്ക്, കോഡിംഗ്, ഡീകോഡിംഗ്, ഇനീക്വാലിറ്റീസ് നോക്കി ഉണ്ടോ നോക്കി ചെയ്തു പോയിട്ട് അടുത്ത ഞാൻ എന്ത് നോക്കും?
അടുത്ത് ഞാൻ നോക്കുന്ന സെക്ഷനാണ്, ഒരു മിനിറ്റ്, ഓക്കെ. അടുത്ത് ഞാൻ നോക്കുന്ന സെക്ഷനാണ് ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, സിലോജിസ്. ഇതിനെ മൂന്നിനും ഞാൻ ഒരു സെക്ഷനായിട്ട് കൂട്ടി. ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, സിലോജിസ്, ഇതിനെ മൂന്നിനും ഒന്നാക്കി കൂട്ടി. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്ഷൻ്റെ ക്ലാസ് ഒന്ന് പോയാൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പടം 4 ഡയറക്ഷൻ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ 4 ഡയറക്ഷൻ വെച്ചിട്ട് എത്ര ചോദ്യം ചോദിക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 3 to 5 ചോദ്യം ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് ചോദിക്കും. മിക്കവാറും കണ്ടെക്കുന്ന ഒരു 3 ചോദ്യം, ഒരു 3 ചോദ്യം ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് ചോദിക്കും. അടുത്തത് എന്താണ്? ബ്ലഡ് റിലേഷൻ, സിലോജിസം. ഈ 3 ടോപ്പിക്കിൽ നിന്നും ഏകദേശം വരുന്ന 2 ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദിക്കുക. സിലോജിസം ഒരു മെയിൻ, ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഏതൊക്കെ ഷിഫ്റ്റ് കണ്ടാലും സിലോജിസത്തിന്റെ മിനിമം ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സിലോജിസം മെയിൻ ആയ ഒരു കാര്യമാണ്. 3 to 5 ക്വസ്റ്റ്യൻ എന്തായാലും സിലോജിസത്തിന് എല്ലാ ഷിഫ്റ്റിലും ഉണ്ടാകും. സിലോജിസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിലോജിസം ചെയ്യാൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സിലോജിസം ചെയ്യാൻ വളരെ പെട്ടെന്ന് ചെയ്യാം. സിലോജിസം ഒരു 5 ചോദ്യം ചോദിക്കുമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം? 5 ചോദ്യത്തിനൊരു 2 മിനിറ്റ് മാക്സിമം മതി. ഓക്കെ, ഒരു 5 ചോദ്യത്തിന് നമുക്ക് സിലോജിസം എത്ര വേണം? 2 മിനിറ്റ്. ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് സാധാ ബ്ലഡ് റിലേഷൻ ആണ് ചോദിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ബ്ലഡ് റിലേഷനെ ചോദിക്കത്തുള്ളൂ. ബ്ലഡ് റിലേഷൻ ചെയ്യാൻ എത്ര വേണം? ഉറപ്പായിട്ട് ബ്ലഡ് റിലേഷൻ്റെ 3 ചോദ്യം അല്ലെ 4 ചോദ്യം ഉണ്ടാവും. 3 അല്ലെ 4 ചോദ്യം ബ്ലഡ് റിലേഷൻ ഉണ്ട്. അതിനും ഏകദേശം 2 മിനിറ്റ് വേണം. ഓക്കെ, ഒരു 2 മിനിറ്റ് അതിനും വേണം. അപ്പോൾ ഈ 2 ടോപ്പിക്ക്. അതുപോലെ ഡയറക്ഷൻ ടെസ്റ്റ് വരുമ്പോൾ ചിലർക്കൊന്ന് വായിച്ച് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടുണ്ടാവും. പക്ഷേ ഡയറക്ഷൻ ടെസ്റ്റ് മര്യാദയ്ക്ക് മനസ്സിലാക്കിയാൽ തെറ്റാത്തൊരു ടോപ്പിക്. റീസണിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ചെയ്താൽ നമുക്ക് കിട്ടും, ടോട്ടൽ മാർക്ക് കിട്ടും. നമുക്ക് തെറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ് റീസണിങ്. തെറ്റാൻ ചാൻസ് ഇല്ല. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്താൽ തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഡയറക്ഷൻ ടെസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഡയറക്ഷൻ ടെസ്റ്റ് എങ്ങനെ പോയാലും ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന് നമുക്കൊരു 3 മിനിറ്റ് എടുക്കാം. 3 മിനിറ്റ് ആവറേജ് കൂട്ടാം. ഓക്കെ, നമ്മൾ ആദ്യമേ എത്ര കൂട്ടി? ആദ്യമേ നമ്മളൊരു 3 മിനിറ്റ് ആവറേജ് കൂട്ടി. ഇപ്പം ടോട്ടല് എത്ര ക്വസ്റ്റ്യൻ വരും? ഇവിടെയും ഒരു 8 ക്വസ്റ്റ്യൻ പറഞ്ഞു. 8 ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചോ. ഈ 3 സെക്ഷനിൽ നിന്നൂടെ നമുക്ക് ഏതൊക്കെയൊക്കെ സെക്ഷനിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ വരെ വരാം. 3 സെക്ഷൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും 10 ക്വസ്റ്റ്യൻ വരും. ഇല്ല, 2 സെക്ഷനെ മിക്കവാറും ചോദിക്കത്തുള്ളൂ. ഒന്നേ സിലോജിസം ബ്ലഡ് റിലേഷനും ആയിരിക്കും, അല്ലെ സിലോജിസം ഡയറക്ഷൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 4 മിനിറ്റ് ആവറേജ് എത്ര ചെയ്യാം? 8 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം നമ്മൾ എത്ര ചെയ്തു? 4 3 7 മിനിറ്റ് 16 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, മൊത്തം 35 ക്വസ്റ്റ്യൻ, 4 3 7 മിനിറ്റ് 16 ക്വസ്റ്റ്യൻ കവർ ചെയ്തു. അപ്പം എന്താണ്? നമ്മൾ പകുതി ടൈം ആവുന്നതിനുള്ളിൽ പകുതിക്കടുത്ത് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. നമ്മളിപ്പോൾ വളരെ സേഫ് സോണിൽ, ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ വളരെ സേഫ് സോണിൽ നിങ്ങൾ എത്തി. കാരണം എന്താണ്? നന്നായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കഴിയുക. ഇച്ചിരി കട്ടിയുള്ള സെക്ഷൻസ്, അല്ലെ ആൾക്കാർ പറഞ്ഞ പോലെ ഇച്ചിരി ആലോചിക്കേണ്ട, ഇച്ചിരി ടൈം പോകുന്ന സെക്ഷനിലേക്ക് പോകാം. നോക്കാം നമുക്ക്. അടുത്ത വരുന്ന ഓർഡർ റാങ്കിങ് അറിയാലോ. ആൾക്കാർ ഇരിക്കുന്നു, ലെഫ്റ്റോ റൈറ്റോ ഇരിക്കുന്നു, അല്ലെ ഹൊറിസോണ്ടലോ വെർട്ടിക്കൽ ഇരിക്കുന്നു. ഓക്കെ, അവരെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഓർഡർ റാങ്കിങ് വരുന്നത്. ഓർഡർ റാങ്കിങ് ഇക്വേഷൻസ് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പറയുന്ന രീതി പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, നമ്മളത് പറയും. ആ പറയുന്ന രീതി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഓർഡർ റാങ്കിങ്. ഓർഡർ റാങ്കിങ് ചെയ്യാൻ വേണ്ടി ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ചെയ്യാൻ വേണ്ടി മാക്സിമം 1.5 മിനിറ്റ് മതി. 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര നേരം വേണം? 1.5 മിനിറ്റ്. ഇപ്പം നമ്മൾ കൂട്ടിക്കോ, 4 3 7 മിനിറ്റ് 1.5 അല്ല 2 കൂട്ടിക്കോ, 7 2 9 മിനിറ്റ് ടോട്ടലായപ്പം നമുക്ക് എത്ര ക്വസ്റ്റ്യനായി? ആദ്യമേ ഒരു 8, പിന്നെ ഒരു 8, 16 3 19 ക്വസ്റ്റ്യൻ 9 മിനിറ്റിൽ പോയി. 19 ക്വസ്റ്റ്യൻ 9 മിനിറ്റിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഓർഡർ റാങ്കിങ് നമുക്ക് ഉണ്ടാവും. ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പ്രിലിംസ് ആവുന്നതുകൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഉണ്ടാകത്തുള്ളൂ. അടുത്ത നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തായാലും ഉണ്ടാവും. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സർക്കുലർ ഉണ്ട്, നമുക്ക് ട്രയാങ്കിളിൽ ചോദിക്കാറുണ്ട്, റെക്റ്റാങ്കിൾ ചോദിക്കാറുണ്ട്. ഇത് 3 പ്രിലിംസിന് ചോദിക്കും. ഇൻവേർഡ് മാത്രമേ പ്രിലിംസിന് ഇപ്പം കണ്ടുവരുന്നുള്ളൂ. ചില ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ ഔട്ട്വേർഡ് വരുവാണെങ്കിൽ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ്. ഇൻവേർഡും ഔട്ട്വേർഡും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ പ്രിലിംസിന് കാണില്ല, ചിലപ്പോൾ കാണുമെന്നാലേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരുന്നൊരു ഷിഫ്റ്റാണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ സാറേ, ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഞാൻ ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് കട്ടിയാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക? ബാക്കി നിങ്ങൾക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. അപ്പം നമ്മൾ അത് ലീവ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യും.
എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റിന് അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യണം കേട്ടല്ലോ. അപ്പം നമുക്കിത് വന്നു. അടുത്ത സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം എത്ര മിനിറ്റ് വേണം? 2 മിനിറ്റ് മതി. മൊത്തം അറേഞ്ച് ചെയ്ത് 2 മിനിറ്റ് വേണ്ട, ശരിക്കും ഒരു 1.5 മിനിറ്റ് മതി. എന്നാലും നിങ്ങളൊന്ന് തുടങ്ങി വരുന്നുള്ളൂ, അതുകൊണ്ട് ആലോചിച്ചു 2 മിനിറ്റ് മതി നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻസും ചെയ്ത് തീർത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് മൊത്തം ക്വസ്റ്റ്യനൂടെ ചെയ്ത് തീർക്കാൻ 2 മിനിറ്റ് മതി. നമുക്ക് നേരത്തെ എത്ര ആയിരുന്നു? 9 മിനിറ്റ് 19 ക്വസ്റ്റ്യൻ എത്തി. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വരും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ? 5 ക്വസ്റ്റ്യൻ വരും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ മിനിമം എന്തായാലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് വരും. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരു സർക്കുലർ അറേഞ്ച്മെൻറ്റ് ഒരു 6 പേഴ്സൺ ആണെങ്കിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇനി 5 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അതിൻ്റെ താഴെ പോകത്തില്ല. 2 മിനിറ്റ് വീണ്ടും നമുക്ക് 4 ക്വസ്റ്റ്യൻ കിട്ടി. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ? 11 മിനിറ്റും. ഇപ്പോൾ എത്രയായി? 11 മിനിറ്റായി. എത്ര ക്വസ്റ്റ്യനായി? 24 ക്വസ്റ്റ്യനായി. 11 മിനിറ്റ് നമ്മൾ 24 ക്വസ്റ്റ്യനായി. പകുതി സമയത്തിന് തൊട്ടടുത്ത് വന്നു. ഓക്കെ, 24 ക്വസ്റ്റ്യനായി. നമുക്ക് പകുതി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. ഇങ്ങനെ അപ്രോച്ച് ചെയ്തുള്ള കാര്യം ഇതാണ്. നമുക്കിപ്പം നോക്കുമ്പോൾ നമുക്കുണ്ടല്ലോ എക്സാം എഴുതുമ്പോൾ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? നമ്മുടെ ചങ്കിടിക്കുന്നതിന് കഴിഞ്ഞ സ്പീഡിലാണ് അവിടെ സമയം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഇത് രണ്ടും ഒന്നാവും. അയ്യോ സാറേ സമയം പോകുന്നു, അയ്യോ ഇത്രയും ക്വസ്റ്റ്യൻ കിടക്കുന്നു, അത് ഏത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത എന്തായിരിക്കും വരുന്നത്, ഇതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് പാറ്റേൺ ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, എന്ന് കഴിയുമ്പോൾ നമ്മൾ ഡേറ്റ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിങ്. ഈ ഡേറ്റ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിങ്ങിന് ഒരു ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്നറിയോ? ഉപകാരമാണ് ലോജിക്കൽ റീസണിങ്. ഇപ്പോഴും മെയിൻസിനൊക്കെയാണ് ലോജിക്കൽ റീസണിങ് 1-2 ചോദ്യം, ഡേറ്റ സഫിഷ്യൻസി വന്നാലും ഒരു 3 ചോദ്യം. ഇവരുടെ രണ്ടിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തീരും. ഒരു മിനിറ്റ് ഈ സാധനം 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാനാണെങ്കിൽ ക്ലിയർ മൈൻഡായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും ഉത്തരം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വല്ലതും ചെയ്യേണ്ട ഏത് വേണം. ഡേറ്റ സഫിഷ്യൻസി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുമോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുമോ ഉത്തരം. ഉത്തരത്തിൻ്റെ ഒരു ആവശ്യമില്ല, ഏതിൽ നിന്ന് കിട്ടും എന്ന് മാത്രം മനസ്സിലാക്കും. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കും, ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ഇത് മാത്രമേ ഉള്ളൂ ഡേറ്റ. ഇതൊന്ന് പെട്ടെന്ന് വായിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. നമുക്കൊരു 1 മിനിറ്റ് എന്തായാലും ഡേറ്റ സഫിഷ്യൻസിയും ലോജിക്കൽ റീസണിങ്ങും ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കും. ഡേറ്റ സഫിഷ്യൻസി ഇപ്പം മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും ഒക്കെ കാണുന്നുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കി പോവുക, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ലോജിക്കൽ റീസണിങ്ങും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. നമ്മൾ കൂട്ടിക്കോ, ഇതും വരുമെന്ന് വെച്ചോ. വന്നാലൊരു ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ 1 മിനിറ്റ് തീർക്കണം. എത്ര ക്വസ്റ്റ്യൻ വരും? ഒരു 3 ക്വസ്റ്റ്യൻ ആവറേജ് കൂട്ടിക്കോ. 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും 1 മിനിറ്റ്. ഇത് നമ്മളൊരു സൈഡിലേക്ക് വെക്കുന്നു. ആ 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് വെച്ചോ 3 ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് ചെയ്ത് തീർക്കാം. അടുത്ത് വരുന്നതാണ് നമ്മുടെ മെയിനായ കാര്യം, പസിൽ. ഓക്കെ, ഈ എല്ലാവരും പറയുന്നൊരു കേസാണ് പസിൽ. ഇച്ചിരി പാടാണ് റീസണിങ് ചെയ്യാൻ. പസിൽ എത്ര പാടാണ് അല്ല? പസിൽ പല തരം പസിലുണ്ട്. ആദ്യമേ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയണം. നമുക്ക് പാടാവുന്ന എങ്ങനെയാണ്, ഒരു സാധനം പാടാവുന്ന എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ടൊരു സംഭവം കാണുകയാണെങ്കിൽ എനിക്ക് പാടാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുന്നില്ല, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളൊരു സാധനം പെട്ടെന്ന് വന്നാൽ അയ്യോ സാറേ എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ആലോചിക്കണം, ഞാൻ എന്തൊക്കെയാണ് ആദ്യമേ ചെയ്യേണ്ടത് അറിയില്ല. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ തരത്തിലുള്ളതും അറിഞ്ഞിരിക്കണം ആദ്യം. ഏതൊക്കെ സൈസ് പസിലുണ്ട്? നമുക്ക് ബോക്സ് പസിൽ വരുന്നുണ്ട്. ഓക്കെ, മന്തിൻ്റെ പസിൽ വരും. പിന്നെന്താണ്, നമുക്ക് ഫ്ലോർ പസിൽ വരും. ഫ്ലോറിൻ്റെ വരും, 7 ഫ്ലോറിൽ താമസിക്കുന്നു, ഇത്ര ആൾക്കാർ താമസിക്കുന്നു, ഇന്ന ആൾ, അങ്ങനെ വരും. ഫ്ലോർ പ്ലസ് ഫ്ലാറ്റ് വരും. A-B ഫ്ലാറ്റ് ഉണ്ട്, എയുടെ വെസ്റ്റാണ് B, ഇത്ര ഫ്ലാറ്റിൽ ഇത്ര പേരുണ്ട്, അങ്ങനെ പറഞ്ഞ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെന്താണ് വരുന്നത്? ഡേയ്സ് വരും. മൺഡേ ടു സൺഡേ അല്ലെങ്കിൽ സൺഡേ ടു മൺഡേ. അത് പ്രത്യേകം നോക്കിക്കണം, ക്വസ്റ്റ്യൻസ് കറക്റ്റ് പറയും. വീക്ക്ലി എന്ന് പറഞ്ഞാൽ സൺഡേ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് മൺഡേ ടു സൺഡേ എന്ന് പറയും. അത് അങ്ങനെ തന്നെ എഴുതുക, അല്ല സൺഡേ കൊണ്ട് മേളി എഴുതില്ല. അതെല്ലാം നമുക്ക് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ വീക്ക്ലി പസിൽസ് വരും. പിന്നെന്താ നമുക്ക് വരുന്നത്? ഏജ് വെച്ച് പസിൽ വരും. 1986 ജനിച്ച ഒരാൾ, അങ്ങനെ പറഞ്ഞ പസിൽസ് വരും. അങ്ങനെ കുറച്ച് ഇയർ നിന്ന് നമ്മൾ ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് പസിൽസ് വരും. പിന്നെ നമ്മൾ എന്ത് പസിൽ വരും? കുറച്ച് മന്ത് വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെയാണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ മന്ത് വെച്ച് കുറച്ച് സിറ്റീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന മാസത്തിൽ ജനിച്ചു, ഇങ്ങനെ കുറച്ച് പസിൽസ് വരും. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് പസിൽ വരുന്നത് എനിക്ക് ഇന്ന കളർ ഇഷ്ടമാണ്, അടുത്ത ആൾക്ക് വേറെ കളറാണ് ഇഷ്ടം, അങ്ങനെ എന്ന് പറഞ്ഞ് കുറച്ച് പസിൽസ് വരും. കളർ ലൈക്കിംഗ് പസിൽസ്, അങ്ങനെ കുറച്ച് വരും. പിന്നെ നമുക്ക് വരുന്ന പസിൽസ് ആണ് നമ്മൾ ഇന്നടുത്തേക്ക് പോകുന്നു, ഇന്ന ദിവസം പോകുന്നു, അല്ലെ ഇന്ന ആളുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പസിൽസ് വരും. കുറച്ച് ജേഴ്സി കളർ അല്ലെ ജേഴ്സി നമ്പർ വെച്ച് കുറച്ച് പസിൽസ് വരും. പിന്നെ നമുക്ക് എന്താണ് വരുന്നത്? പിന്നെ കളർ ഇന്ന ഷോപ്പിൽ പോയി എന്ന് പറഞ്ഞ് കുറച്ച് പസിൽസ് വരും.
ഇത്രയും പസിൽസ് ഒക്കെ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം ഏകദേശം ഒരേ രീതിയിലുള്ള പസിൽസ് ആണ്. ജസ്റ്റ് എഴുതുന്നതിൻ്റെ അത് കുറച്ച് മാറ്റം, നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഈ പസിലിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ? നമുക്കൊരു പസിൽ ചെയ്യാൻ വേണ്ടി ഒരു ആവറേജ് 1.5 മിനിറ്റ് കൂട്ടിക്കോ. ഒരു 1.5 മിനിറ്റ് പസിൽ ചെയ്ത് തീർക്കാൻ, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് അപ്രോച്ച് ചെയ്താൽ 1.5 മിനിറ്റ് പസിൽ ചെയ്ത് തീർക്കാൻ വേണമെന്ന് വെച്ചോ. 1.5 മിനിറ്റ് പസിൽ ചെയ്ത് തീർക്കണമെങ്കിൽ 0.5 മിനിറ്റ് പിന്നെ ബാക്കി എന്ന് വെച്ചാൽ ടോട്ടൽ 2 മിനിറ്റ് നമുക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മതി. പിന്നെ നമ്മൾ ഈ 1.5 മിനിറ്റ് ആ പസിൽ ചെയ്ത് തീർക്കാൻ പറ്റും. കറക്റ്റായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പറ്റും. 1.5 മിനിറ്റ് ആ പസിൽ ചെയ്ത് തീർക്കാൻ പറ്റും. പസിൽ ചെയ്ത് തീർത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഒരു പസിൽ ചെയ്ത് ബാങ്കിങ്ങിൻ്റെ ഒരു ഗുണമാണ്. പസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ പസിൽ ഇത് എവിടെ ഇരിക്കുന്നു, ഓക്കെ മാർക്ക് ചെയ്തു, അടുത്ത എവിടെ ഇരിക്കുന്നു മാർക്ക് ചെയ്തു. ആ പസിലിനകത്ത് ഉത്തരവുണ്ട്, പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. പസിലിൽ നോക്കുന്നു മാർക്ക് ചെയ്യുന്നു, പസിലിൽ നോക്കുന്നു മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ മതി. ഒരു 0.5 മിനിറ്റ് 5 ചോദ്യം ചെയ്യുക എന്ന് വെച്ചാൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 5 ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്താൽ 5 മാർക്ക് നമുക്ക് ഒറ്റയടിക്ക് കൈ വരും. അങ്ങനെ പസിൽസ് എത്ര എണ്ണം വരും? നമുക്കൊരു ആവറേജ് ഷിഫ്റ്റിൽ ഒരു 2 to 3 പസിൽ വരും. 2 പസിൽ എന്തായാലും കാണും. ഏതെങ്കിലും ഒക്കെ ഒന്നെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂട്ടിയായിരിക്കും, ലീനിയർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും കൂട്ടിയായിരിക്കും. അല്ലെങ്കിൽ പസിൽസ് ആയിട്ട് 2 to 3 ക്വസ്റ്റ്യൻസ് വരും. ഈ 3 ക്വസ്റ്റ്യനിൽ നിന്ന് 15 മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഉപകാരം. 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 15 മാർക്ക് ഒറ്റയടിക്ക് വന്നത്. പസിൽ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി പസിൽ സെലക്ഷൻ ഒരു വലിയ കാര്യമാണ്. 3 പസിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോ, ഒരു പസിൽ ഇച്ചിരി കട്ടിയായിരിക്കും, 2 പസിൽ എളുപ്പമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു എളുപ്പമുള്ള പസിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് ചെയ്ത് വരുമ്പോൾ തുടങ്ങുമ്പോൾ മനസ്സിലാവും, ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവും. ഒരു എളുപ്പമുള്ള പസിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് ഇച്ചിരി കട്ടിയുള്ളൊരു പസിൽ പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഏറ്റവും അവസാനം, അപ്പോൾ ഏറ്റവും അവസാനം ഈ കട്ടിയുള്ള പസിൽ വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചെയ്തിട്ട് അത് ചെയ്ത് തീർത്തിട്ട് എളുപ്പമുള്ള പസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി പോകണം. ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കുറച്ച് പസിൽ ചെയ്യുമ്പോഴേ അറ്റൻഡ് ചെയ്ത് ഉത്തരങ്ങൾ വരുന്ന പോലെ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് അതിനനുസരിച്ച് അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ഇതിലൂടെ നിങ്ങൾ ചെയ്ത പസിൽ തീരും. അങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് 20 മിനിറ്റിൽ ഏകദേശം ഞാൻ 35 ചോദ്യം പറയുന്നില്ല, പക്ഷെ ഒരു 33 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പറ്റും. ഞാൻ ചെയ്യുന്ന രീതിയുണ്ട്. ഒരു 20 മിനിറ്റ് എനിക്കിപ്പോൾ റീസണിങ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനത്തെ ഒരു രീതി ചെയ്യണമെങ്കിൽ ഒരു 33 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? 20 മിനിറ്റ് ഉറപ്പായിട്ട് ഒരു 33 ക്വസ്റ്റ്യൻ വന്നാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു 33 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 100ന്റെ 3-1 പോരുന്നില്ലേ? എത്ര കട്ട് ഓഫ് വരും? ഒരു 84 കട്ട് ഓഫ് വരുന്നെങ്കിൽ ഒരു 85 കട്ട് ഓഫ് വരും. ഒരു 33 മാർക്ക് വരുന്നു. പിന്നെ എത്ര വേണം? 52 മാർക്ക് 2 കൂടെ മതി. ഏത്? ഇംഗ്ലീഷും റീസണിങ്ങും 30, 65 ക്വസ്റ്റിനിൽ നിന്ന് ഒരു 50 മാർക്ക് എടുത്ത് മതി. അപ്പം നിങ്ങൾക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് റീസണിങ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക. നമ്മൾ സെക്ഷൻ വെക്കുക, നമുക്ക് ഏതാണോ എളുപ്പം അത് അപ്രോച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്കിതാണ് എളുപ്പം, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. നമുക്ക് ആലോചിക്കാം, ഇന്നെ ചെയ്യണം എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക. ഇത് കഴിഞ്ഞ ഒരു സംഭവമുണ്ട്. പസിലോട് കൂടി തീർന്നോ? ഇല്ല, നമുക്കൊരു ടോപ്പിക്കോട് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇത് പ്രിലിംസിൽ കാണാറുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന, ഇടയ്ക്ക് വന്നായിരുന്നു, ഇപ്പം കാണാറില്ല. പ്രിലിംസിന് ഇപ്പം തീരെ കാണാറില്ല ഇൻപുട്ട് ഔട്ട്പുട്ട്. മിക്കവാറും മെയിൻസിനുണ്ടാവും. മെയിൻസിൽ എന്തായാലും ഉണ്ടാവും. മെയിൻസിനൊരു ചോദ്യം ഉറപ്പാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. എന്താണ്? ഒരു മെഷീൻ ലാംഗ്വേജ് പോലെ എന്തെങ്കിലും കുറച്ച് കോഡ് തരും. അതൊരു 5 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇന്ന രീതിയിലേക്ക് മാറി എന്ന് പറയാം. നമുക്കൊരെണ്ണം തരും. ആ സ്റ്റെപ്സ് മനസ്സിലാക്കുക, നമുക്ക് തന്നേക്കുന്നതും ചെയ്യുക. ചെയ്തു വരുമ്പോഴേക്ക് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൽ നിന്ന് ഒരു 5 ചോദ്യം ഉണ്ടാവും. ഇന്ന സ്റ്റെപ്പിൽ 3ാമത്തെ വാക്ക് ഏത് നോക്കുക, എഴുതുക. ഇത്രയേ ഉള്ളൂ ഇൻപുട്ട് ഔട്ട്പുട്ട്. വളരെ സിമ്പിളായ കാര്യമാണ്. അത് പഠിച്ചു വരിക എന്നുള്ളത്. കുറച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴും മിക്കവാറും മെയിൻസിലാണ് എന്ന് പറഞ്ഞ് പ്രിലിംസിന് പഠിക്കണ്ട എന്നല്ല, മിക്കവാറും മെയിൻസിൻ്റെ ടോപ്പിക്കാണ്. പ്രിലിംസിന് നോക്കി തീർക്കുക, പോവുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് തുടങ്ങി ഇങ്ങനെ വന്നേക്കുന്നവർ ഇങ്ങനെ കുറച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 1ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു, 2ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു, 2ാമത്തെ ചെയ്യുന്നു, പിന്നെ 3ാമത്തെ ചെയ്യുന്നു, 4ാമത്തെ ചെയ്യുന്നു, പറ്റുന്നില്ല, അങ്ങനെ ചെയ്യുന്നു. അതല്ല, ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു രീതി. ഇത് എൻ്റെ രീതി, ഇത് തന്നെ ഫോളോ ചെയ്യണം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേറെ ടോപ്പിക് ആയിരിക്കും എളുപ്പം. ആ ടോപ്പിക്ക് പിക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഏതൊക്കെയാണ് എളുപ്പം, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇത് എനിക്ക് ഇത്ര പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ടോപ്പിക്ക് പിക്ക് ചെയ്യുക. എവിടെ ക്വസ്റ്റ്യൻ കിടക്കണം മനസ്സിലാക്കി വെക്കുക, ചെയ്യുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കുക എവിടെ കിടക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക.
റീസണിങ്ങിൻ്റെ ഏക നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏക നല്ലൊരു കാര്യമല്ല, കുറച്ച് നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മനസ്സിലാക്കി ചെയ്യുന്നവന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. പെട്ടെന്ന് തന്നെ നല്ല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട്. നിങ്ങൾ ഇങ്ങനെ കുറച്ച് എക്സാംസ് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പറയാം എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം, അല്ല സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു പാറ്റേൺ കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഒരു യൂട്യൂബ് ചാനലിനോടൊപ്പം നമുക്കൊരു ടെലിഗ്രാം ചാനൽ, ഫ്രീ ചാനലാണ് ടെലിഗ്രാം ഫ്രീ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കും. അതുകൊണ്ട് അതിലേക്കൊന്ന് കയറി അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഏതൊക്കെ ബാങ്ക് എക്സാംസ് വരുന്നുണ്ട്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് ഫില്ലിൻ ചെയ്യേണ്ടത്, എത്ര ഏജ് ഗ്യാപ്പിനുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഇന്ന ആൾക്ക് ഇന്ന നമ്മൾ പറയുന്നത് ബെനിഫിറ്റ്സ് ഉണ്ട്. മീൻസ് ചിലപ്പോൾ ഏജ് കാറ്റഗറി ഉണ്ടാവും, ചിലർക്ക് എക്സ്പീരിയൻസ് വേണ്ടതുണ്ടാവും, ചിലർക്ക് എക്സ്പീരിയൻസ് വേണ്ടാത്തതുണ്ടാവും. നമുക്ക് വിശദമായ ഏതൊക്കെ ബാങ്കിൻ്റെ എക്സാംസ് വരുന്നോ, എന്തൊക്കെ ബാങ്ക് ഇൻഷുറൻസ് ഉള്ള എല്ലാ എക്സാംസിൻ്റെ വീഡിയോസ് നമ്മൾ അതിൻ്റെ ഇടും. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എത്ര വേക്കൻസീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഗ്രൂപ്പുകളിൽ ഒന്ന് കയറി നോക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോക്കകത്ത് കാണാം. നമുക്കിനി ഓരോ സെക്ഷൻ വീതം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നു. എങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇനി എന്തൊക്കെ പഠിക്കണം, ഓരോ പസിലിൽ അല്ലെങ്കിൽ ഒരു പസിൽ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്ത് ഏതൊക്കെ പസിലുണ്ട്, അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ പഠിക്കും. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നോക്കുക, കുറച്ച് വീഡിയോസ് നോക്കുക, കയറി ഇരുന്ന് കണ്ട് പഠിക്കുക, ചെയ്യുക. നമുക്ക് റീസണിങ് ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടാൻ പറ്റുന്നത് നമ്മൾ എല്ലാ മെത്തേഡും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അപ്രോച്ച് ചെയ്ത് നമുക്കൊരു ഐഡിയ ഉണ്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനെങ്കിൽ പെട്ടെന്ന് റീസണിങ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പല സൈസ് ക്വസ്റ്റ്യൻ എല്ലാ തരവും ഇവിടെ പഠിപ്പിക്കും. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, പസിലിൻ്റെ 8 ടൈപ്പ് പസിലാണ്, 8 ടൈപ്പ് പസിലും വീഡിയോസ് നമ്മൾ പക്കയായിട്ട് ഇട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അവരെ ഒന്ന് റെഫർ ചെയ്യുക, കാര്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. നമുക്കൊരു അടുത്ത വീഡിയോക്കത് കാണാം. ബൈ.